അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ക്യാരറ്റ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് തിളപ്പിച്ച പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച പാലെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ക്യാരറ്റും പാലും എല്ലാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ സ്പൂണിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ലതുപോലെ ഇത് നമുക്ക് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് സ്ക്വയറോ റൗണ്ടോ ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതെല്ലായിടത്തും ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബാറ്ററും കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് അരക്കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്ക ക്രഷ് ചെയ്തും കൂടി ചേർത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതും ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തായിട്ട് നമുക്കിനി ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തണുത്തതിന് ശേഷം അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല തണുത്തതിന് ശേഷം വേണം അത് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.